ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 PSC ചോദിച്ച എല്ലാ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമാണ്. നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് നടക്കാം. 2024 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അശോകൻ ചെരുവിലാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? സഞ്ജീവ് ഖന്നയാണ്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. സിയാച്ചിനിലെ ആദ്യ വനിതാ സൈനിക ഓഫീസർ ശിവ ചൗഹാൻ. സിയാച്ചിനിലെ ആദ്യ സൈനിക വനിതാ മെഡിക്കൽ ഓഫീസറാണ് ആര്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. സിയാച്ചിനിലെ ആദ്യ വനിതാ സൈനിക ഓഫീസർ ശിവ ചൗഹാനും സിയാച്ചിനിലെ ആദ്യ സൈനിക വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗളുമാണ്. സിയാച്ചിനിൽ സൈനിക മുന്നണിയിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ആര്? ക്യാപ്റ്റൻ ഫാത്തിമ വസീം. കേരള പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ. കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. ഡെപ്യൂട്ടി സ്പീക്കർ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഹേമ കമ്മിറ്റിയെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസ്ഥാന രീതിയിലാണ് ഹേമ കമ്മിറ്റി ചോദിച്ചത്. ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെൻറ്റാണ്. 3 അംഗങ്ങളാണ് കമ്മിറ്റിയിലുള്ളത്. വിരമിച്ച IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി ഒരംഗമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാ? കിഷോർ മക്വാനയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാന. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ആണ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ബ്രസീൽ. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാ? ഹർമൻപ്രീത് സിംഗ് ആണ്. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ് ആണ്. 70ാമത് ദേശീയ ചലച്ചിത്രത്തിന് അർഹമായ ചിത്രം ഏതാ? ആട്ടമാണ്. 70ാമത് ദേശീയ ചലച്ചിത്രത്തിന് അർഹമായ ചിത്രം ആട്ടം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ.